പശ്ചിമ ബംഗാളിലെ SIR നടപടികൾക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അസാധാരണ നീക്കം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലാണ് മമതാ ബാനർജി അഭിഭാഷക വേഷത്തിൽ ഹാജരായത്. SIR നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടറിയിക്കാനാണ് മമതാ ബാനർജിയുടെ നീക്കം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഏതാണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മമതാ ബാനർജി വീണ്ടും വക്കീലിൻ്റെ കോട്ടണിയുന്നത്. സുപ്രീം കോടതിയിൽ സ്വന്തം സംസ്ഥാനത്തിന് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ അത് നേരിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള അസാധാരണ നീക്കം അത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ വീണ്ടും വക്കീൽ കോട്ടണിഞ്ഞ് കോടതിയിൽ ഹാജരായി ആ വാദങ്ങൾ നിരത്തുക എന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അച്യുതൻ? ദിലീപ് കുമാർ, ചരിത്രത്തിൽ ആദ്യ സംഭവം എന്ന് തന്നെ ഇതിനെ പറയാൻ കഴിയും. അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ എത്തുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വാദങ്ങൾ ഉന്നയിക്കാനായി ഒരുങ്ങുക എന്നുള്ള ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പ്. ഇന്ന് രാവിലെ ഏതാണ്ട് 10:15 ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഈ ബംഗാളിലെ SIR-നെതിരായ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ പരിഗണനയിൽ വരിക. ആ കേസ് നമ്പർ പരിശോധിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജി നൽകിയ ഹർജി 37ാമത്തെ ഇനമായും ഒപ്പം തന്നെ നേരത്തെ TMC ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ നൽകിയിരുന്നു. അത് 21ാമത്തെ ഇനമായുമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സീക്വൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം 1 മുതൽ 5 വരെയുള്ള കേസുകളാണ് എടുക്കുന്നത്. അതിനുശേഷം 35, പിന്നെ 6 മുതൽ 16, പിന്നെ 36, 37. ഇതിന് ശേഷമായിരിക്കും ഈ 37, അതായത് മമതയുടെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. ഇതിൽ ഇന്നലെയാണ് മമതാ ബാനർജി നേരിട്ട് ഹാജരാകാനും അതുപോലെ തനിക്ക് വാദം ഉന്നയിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയത്. ഇതിലൊരു അനുമതി ലഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബംഗാളിലെ SIR-ൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടെന്നും അതും മാത്രമല്ല ഇതിന് നിയമസാധുത ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇന്ന് ഹർജി പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ ചില നിർദ്ദേശങ്ങൾ, ഒരു അടിയന്തര നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യം കൂടി മമത മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ വോട്ടർമാരെ ഒഴിവാക്കുന്നത് തടയണം എന്നൊരു ആവശ്യം, അത് കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരം നിർദ്ദേശം ഉണ്ടാകണമെന്നൊരു ആവശ്യം മുൻനിർത്തിയിട്ടുണ്ട്. ബംഗാളിലെ SIR നടപടികൾക്കെതിരായ ഹർജിയിൽ നേരിട്ട് ഹാജരായി വിശദീകരിക്കുന്നതിനായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.